നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് സമ്മേളനത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ, അതിന് അദ്ദേഹം നൽകിയ ഉത്തരം എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്ന ഒരു രസകരമായ സംഭവമാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ മന്ത്രിമാരുടെ പത്രസമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പത്രസമ്മേളനങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വായനക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും കാര്യം മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചോദ്യങ്ങളിലൂടെ അതിൻ്റെ യഥാർത്ഥ വശം പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രി എന്തെങ്കിലും കാര്യം മറച്ചു വയ്ക്കുന്നു എന്ന് ഉള്ള വസ്തുത അനുവാചകരുടെ മുന്നിൽ തുറന്നു കാണിക്കുക. ഇന്നലെ ശ്രീ വി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഒരേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളുടെ മുൻമുനയിൽ തങ്ങൾ മുഖ്യമന്ത്രിയെ നിർത്തി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മാധ്യമപ്രവർത്തകർ നടത്തിയത്. ഇത് ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ അവരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ആവർത്തിച്ച് ഒരു ടീമായി നിന്ന് 2-3 പേര് ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് അദ്ദേഹം അവിടെ തുറന്നു കാട്ടി. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇതേ ആളുകൾ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റ് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കാതെ തടസ്സപ്പെടുത്തി. അതേ തടസ്സപ്പെടുത്തൽ ഇപ്പോഴും നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു സംഗതി, അതിൻ്റെ വസ്തുതയിലേക്ക് ജനം തീരുമാനിക്കട്ടെ, ജനം വിധി എഴുതട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എന്താണോ പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് പരമാവധി വിശദാംശങ്ങൾ വായനക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിച്ച് അറിയുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം ശരിക്കും മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ടോ? നമുക്കറിയാം, എല്ലാ മാധ്യമപ്രവർത്തകരും ചോദ്യം ചെയ്യിക്കാറില്ല. ചോദിക്കുന്നതിൽ താല്പര്യവും അതിൽ എക്സ്പെർട്ടൈസ് നേടിയ കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. അവർക്ക് മാത്രമേ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഇത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ താല്പര്യത്തോടെ പല ഭാഗത്തു നിന്നും ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് അലോസരപ്പെടുത്തുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിയെ തങ്ങൾ മുൾമുനയിൽ നിർത്തി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുക, വാസ്തവത്തിൽ അതൊക്കെ വളരെ അരോചകമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിച്ച് ആ പത്രസമ്മേളനത്തിന് നല്ലൊരു ഭാഗവും അത്തരം ചോദ്യങ്ങൾ കൊണ്ട് നിറച്ച് മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർക്ക് കഴിയാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അന്ന് വളരെയേറെ വിവാദം സൃഷ്ടിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി അതിനെ തുടക്കത്തിലെ പൊളിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ചോദ്യം ചോദിച്ച് മുഖ്യമന്ത്രിയെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം ചില മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തു. അതവിടെ പ്രകടമായി. അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു മിടുക്കാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ പലരും മുട്ടുകുത്തുക ആണ് പറയും. ഒന്നുകിൽ അവർ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവർ പൊട്ടിത്തെറിക്കും. അപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ പൊട്ടിത്തെറിച്ചു എന്നുള്ള ആരോപണം ഉണ്ടാവും. ഇവിടെ അതൊന്നും ഉണ്ടാവാതെ ക്ഷമയോടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു. 1 തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞിട്ടും അതേ ചോദ്യം ആവർത്തിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. ഒരു കാര്യത്തിൽ നമുക്കൊരു നിലപാടുണ്ട്, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് വേറെ നിലപാടുണ്ട്. അവര് ആ നിലപാട് വിശദീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഭിന്നം ചെയ്യാവുന്ന എന്താണ്? ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നതാണ്, പക്ഷെ അദ്ദേഹം എടുത്ത നിലപാട് ശരിയല്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നു. അതിന് എഡിറ്റോറിയൽ എഴുതാം, അല്ലെങ്കിൽ റൈറ്റപ്പ് എഴുതാം, എന്തും ചെയ്യാം. അതേസമയം അത് തന്നെ ആവർത്തിച്ച് ചോദിച്ച് ഒരു പത്രസമ്മേളനത്തെ അലങ്കോലപ്പെടുത്തുന്നത് എത്രമാത്രം അരോചകമാണ്. ഇതേ സമയത്ത് തന്നെ നടന്ന മറ്റൊരു പത്രസമ്മേളനം ഇന്നലെ ഗതാഗത നിയന്ത്രണത്തെ സംബന്ധിച്ച് KSRTCയെ സംബന്ധിച്ച് CP ജോൺ നടത്തിയ പത്രസമ്മേളനം. CP ജോണിന്റെ പത്രസമ്മേളനം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം വളരെ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെ ഈ യാത്രാ സൗജന്യവും അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വശങ്ങളെ നേരിടുന്ന വെല്ലുവിളികളെ, അതേസമയം തന്നെ ഇതേ സംബന്ധിച്ചുള്ള പരാതികളെ, ആ പരാതിയെ
കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നല്ല മറുപടികളെല്ലാം ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന പോലെയാണ് നടത്തിയത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരും മന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടലില്ല. അവർ തമ്മിൽ പരസ്പര സഹകരണത്തോടെ ചോദ്യങ്ങൾ ചോദിച്ച് വായനക്കാർക്ക് വേണ്ടി പരമാവധി വിവരങ്ങൾ അറിയുക. വളരെ ക്രിട്ടിക്കലായ ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം വളരെ സുസ്മേരവതനായി നേരിടുന്നുമുണ്ട്. പക്ഷെ മറുപടിയെല്ലാം വളരെ ക്ലിയറാണ്. ഇവിടെ മുഖ്യമന്ത്രി അതുപോലെ തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. വളരെ ക്ഷമയോടെയാണ്. അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടു പോകുന്നില്ല. വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം മറുപടികൾ നൽകുന്നുണ്ട്. പക്ഷെ വളരെ പ്ലാൻഡായിട്ട് വളരെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഒരാളെ അലോസരപ്പെടുത്തുകയും ഒരു അന്തരീക്ഷത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രി അതിനെതിരെ സംസാരിച്ചത്. തീർച്ചയായിട്ടും പത്രപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ, അവർക്കായിട്ട് വിമർശനങ്ങളാകാം. അവർ തീർച്ചയായിട്ടും അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കണം. ആവർത്തിച്ചുന്നയിക്കുമ്പോഴും അതിനകത്ത് പുതുതായിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് വേണം. ഒരേ ചോദ്യം തന്നെ വീണ്ടും 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 ചോദിച്ച് ഒരു അരോചകാവസ്ഥ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും ഈ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചാനലുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ വളരെ അരോചകമായി തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ നിലപാടും നമ്മുടെ രാഷ്ട്രീയ നിലപാടും നമ്മുടെ ഇതുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദ്യങ്ങളിൽ അന്തസ്സ് പാലിക്കാനും ഉത്തരങ്ങളിൽ അന്തസ്സ് പാലിക്കാനും മാധ്യമപ്രവർത്തകർക്കും ഭരണാധികാരികൾക്കും കഴിയുന്ന ഒരു കാലമാണ് ഉണ്ടാവേണ്ടത്.